സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാതെ ശാസ്ത്രീയമായി അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ആർഗ്യുമെൻറ്റുകൾ വെച്ചുകൊണ്ട് തങ്ങളുടെ നിരീശ്വര വിശ്വാസങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യൂട്യൂബറാണ് നിസ്സാരം അനന്തരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റുകളെ മൊത്തത്തിൽ അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റുകളുടെ പൊതുവായൊരു രൂപം, പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് ദൈവം കൺക്ലൂഷനിൽ കയറി വരുന്ന ഒരു രൂപമൊക്കെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റുകളുടെ രൂപം മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട ആളുകൾ എല്ലാവരും ആ വീഡിയോ കാണണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ മറ്റ് ചില രൂപങ്ങൾ എന്താണ് ഈ പ്രത്യേകിച്ചും ഈ നിരീശ്വരവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുമ്പോഴുള്ള വേറെ ചില കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് പരിശോധിക്കുന്നത്. അപ്പോൾ നിയാസ് കമ്മയുടെ കൂടെ ഉണ്ട്. ആദ്യം തന്നെ 2 പോയിന്റ് പറയട്ടെ. ഒന്ന്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും പൊതുവേ ഒരു അവലോകനമാണ് പറഞ്ഞത്. പുള്ളിയുടെ ഒരു ആർഗ്യുമെൻ്റ് പരിപാടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, സയൻസ് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ പുള്ളിക്ക് എങ്ങനെ എൻ്റെ ആ ഒരു വേൾഡ് വ്യൂവും കൂടി കയറ്റി വിടണം, നിരീശ്വരവാദം കയറ്റി വിടണം എന്ന രീതിക്ക് പുള്ളി എന്തൊക്കെ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അതിനുവേണ്ടി ചെയ്യുന്നത് എന്നുള്ള രീതിക്കുള്ള ഡിസ്കഷൻ നടന്നു ഒന്ന്. അപ്പോൾ ആ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. ഈ അനന്തരാമൻ നിസ്സാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ട് സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന, സയൻസ് കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടി മറ്റേ കണ്ടന്റ് വൈസ് വേറെ ടീമുണ്ട്, അതാണ് സയൻസ് ഫോർമാസൊക്കെ കുറച്ചുകൂടി ഗംഭീരമാണ്. പക്ഷേ ഏതൊരു കൊച്ചുകുട്ടി ഇരുന്നാലും വേണമെങ്കിൽ ഇരുന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കാണാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ നിസ്സാരം ചാനൽ അനന്തരാമൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്യുന്ന മനുഷ്യനാണ്. പുള്ളിയുടെ വീഡിയോസിൻ്റെ വലിയൊരു ഒരു കാര്യമായ ഒരു ഫാൻ മോഡിലിരുന്ന് കണ്ടിട്ടുള്ളതാണ്. പുള്ളി സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ തവണ പറഞ്ഞാൽ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പർട്ടിക്കുലർലി പുള്ളി സയൻസ് പ്രൊമോഷൻ്റെ ഇടയിൽ കൂടി നടത്തുന്ന ചില പരിപാടികൾ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ കാണുന്നവർ മനസ്സിലാക്കണമല്ലോ. ഒരു പള്ളിയിലച്ഛനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പള്ളിയിലച്ഛൻ ഒരു സയൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുള്ളി കോളേജിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ലാസ്റ്റ് പറയും എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുമായിരിക്കാം. ഒരു ഇസ്ലാം മതവിശ്വാസി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രോ ഇസ്ലാമിക്കായി നടക്കുന്ന ആളുകൾ ചിലപ്പോൾ സയൻസ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പഠിച്ചുകൊണ്ട് ഓരോ കുതിർത്ത് ഇത് കണ്ടാൽ മനസ്സിലാവും എന്നൊക്കെ വേണ്ടി പറഞ്ഞേക്കാം. അപ്പോൾ ആ പറഞ്ഞ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കണം. അതെവിടെ കയറ്റിയേക്കണം, അത് സയൻസ് അല്ല, അത് പുള്ളിയുടെ അഭിപ്രായമാണ്. അത് അദ്ദേഹത്തിൻ്റെ വേൾഡ് വ്യൂ ആണ് എന്നുള്ളത്. മറ്റേത് പറഞ്ഞൊക്കെ സയൻസ് ആയിരിക്കാം, പക്ഷെ അതിനെ ഇദ്ദേഹത്തിൻ്റെ വേൾഡ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേൾഡ് വ്യൂ പറയാൻ വേണ്ടി പറയുന്നതായിരിക്കില്ല, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ MA യൂസുഫ് അലി ബിസിനസിനെ പറ്റി സംസാരിക്കുന്നത് വിചാരിക്കാം. നമ്മൾ പോയി കേൾക്കണ്ടേ, പുള്ളി ഞാൻ ബിസിനസ് സ്ട്രാറ്റജിയെ പറ്റി സംസാരിക്കുന്നു പറയാം, പക്ഷേ പുള്ളി അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും പറയും. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും നിലയെത്തിയത് പറയും. സക്കാത്തിനെ കുറിച്ച് പറയാം, സക്കാത്ത് കൊടുത്തപ്പോൾ കൂടി നല്ലതായെന്ന് പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ കഴിവല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ ഒരു ഏത്തീസ്റ്റ് ഇതൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ യൂസുഫ് അലി പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഒരു ഏത്തീസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത്തീസ്റ്റാണോ, നിങ്ങൾ പോയി കണ്ടോ, പുള്ളി പറയുന്ന ബിസിനസ്സൊക്കെ നോട്ട് ചെയ്തെടുക്കുക. അതുപോലെ അംബാനി, ചിലപ്പോൾ ആനന്ദ് അംബാനി വന്നിട്ട് പറയാറുണ്ട് എനിക്ക് ദൈവ കൃപയുണ്ട്, ഞാനൊരു ഗണപതി ഭക്തനാണ്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുമായിരിക്കും. എന്ന് വെച്ചിട്ട് ഗണപതി ഭക്തനോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പോകണം, അത് കേൾക്കണം, പക്ഷേ ബിസിനസ് പറയുമ്പോൾ നോട്ട് ചെയ്യണം, മറ്റേത് പറയുമ്പോൾ അത് വേൾഡ് വ്യൂ ആണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ വേൾഡ് വ്യൂ ആണ്, നിങ്ങൾക്ക് അത് റെസ്പെക്റ്റോട് വേണമെങ്കിൽ അദ്ദേഹം അത് എടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ വിധേയമാക്കുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. എടുക്കാം, നിങ്ങൾക്ക് പഠനത്തിൽ വിധേയമാക്കാം, പഠിക്കാം, നിങ്ങൾക്ക് അത് എടുക്കണമെങ്കിൽ എടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഇതാണ്. പക്ഷേ ഇപ്പോൾ വളരെ സൂത്രത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോൾ, വൈശാൻ തമ്പിയെ പോലെയുള്ള അല്ലെങ്കിൽ നിസ്സാരത്തിനെ പോലെയുള്ള ആളുകൾ സൂത്രത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോൾ അതാണ് എന്ന് കാണിക്കൽ മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി എന്നുള്ള നിലയ്ക്ക് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിലൊരു പർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൽ ഒരു വിഷയം, ഒരു പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കേൾപ്പിക്കാം. ക്വസ്റ്റ്യൻ കേട്ടോ, വളരെ ബ്രില്യൻറ്റ് ചോദ്യമാണ് ആ കുട്ടി ചോദിക്കുന്നത്. അത് അല്ല, പക്ഷെ ചില ഏത്തിസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെയാണ് ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ കൂടുതലുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുറത്തെ രാജ്യങ്ങളിൽ പോലും ഇല്ല, നമ്മുടെ നാട്ടിലാണ് ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളത്. അതായത് പരമ പുച്ഛമായിരിക്കും, ബിലീവേഴ്സിനോട് പച്ചപുച്ഛം, ബിലീവേഴ്സെല്ലാം മണ്ടന്മാരാണെന്നുള്ള രീതിക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ, ഡയലോഗ് ചെയ്യാനായിട്ട് നോക്കത്തില്ല. ഭയങ്കരമായിട്ട് ഇവർ പുച്ഛിച്ച് തള്ളും. നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് മണ്ടന്മാരാണ്, നിങ്ങൾ മറ്റേ ദൈവത്തിൽ വെച്ച് നിങ്ങളെ മണ്ടന്മാർ എന്നുള്ള രീതിക്ക് അവർക്ക് കടുത്ത ഇസ്ലാമോഫോബിയ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരെ ഒബ്സർവ് ചെയ്തു. ചോദ്യമാണ്, പ്രിസൈസ് ചോദ്യമാണ്. പർട്ടിക്കുലർലി ചോദിക്കുന്ന ഒരു ടീമിനെ പറ്റിയിട്ടാണ്. ഏത് ടീമെന്ന് നിങ്ങൾ പറയൂല, നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യും. തീരെ അറിയാം, പ്രത്യേകിച്ച് ഈ ചാനലിലെ ആൾക്കാർക്ക് അറിയാനേ ഉണ്ടാവില്ല ഏത് ടീമാണ്, ഏതോ ഒരു ടീം, ഇങ്ങനെയൊക്കെ ഒരു ടീമുണ്ടോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ഒരു ടീമാണ് നിങ്ങൾ കണ്ടെത്തിയത്. അതായത് ആ ചോദ്യം വളരെ കൃത്യമാണ്, ശരിക്കും പറഞ്ഞാൽ നല്ല ചോദ്യമാണ്. അതായത് വിശ്വാസികളൊക്കെ മണ്ടന്മാർ അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെന്റുകളൊന്നും പരിശോധിക്കാതെ തന്നെ എന്ത് ചെയ്യുക, അവരൊറ്റടിക്ക് മണ്ടന്മാരാക്കി പുച്ഛത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോൾ പുള്ളി അതിന്റെ ഉത്തരം പുള്ളി പറയാൻ പോണേ. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, ഇന്റർനെറ്റ് കണ്ടിട്ടുണ്ട്. എത്തിസിനെ ഭയങ്കര, ബാക്കി എല്ലാവരോടും ഭയങ്കര പുച്ഛം.
അതെനിക്ക് തോന്നുന്നു കംസ് ഫ്രം ദ ചിലർക്ക് വിചാരം എനിക്കും അറിഞ്ഞൂടെ, എനിക്ക് ചിലപ്പോൾ മെസ്സേജ് കിട്ടും, ഓ യു തിങ്ക് എത്തിസം ഇസ് വെരി കൂൾ. നോ, ഐ ഡോണ്ട് തിങ്ക് എത്തിസം ഇസ് വെരി കൂൾ. ഗിവൺ എ ചോയ്സ് എനിക്ക് ഒരു പ്രശ്നമില്ല ദൈവത്തിൽ വിശ്വസിക്കാൻ. ഞാൻ ഭയങ്കര നാച്ചുറലി ഒരു എത്തിസ്റ്റ് ആയത് ഫ്രം എൻ്റെ ഈ വായനയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും ഇത്രയും പഠിച്ചതെന്ന് ഞാൻ അല്ലാണ്ട് എനിക്ക് കൂളാവാൻ വേണ്ടി എത്തിസ്റ്റ് ആയ ആളൊന്നും അല്ല ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലർക്ക് വിചാരമുണ്ട് എത്തിസം എന്തോ ഭയങ്കര സുപ്പീരിയർ ബിലീഫാണ്. അത് ഭയങ്കര ബോറാ. അത് ഇങ്ങനെ എത്തിസ്റ്റ് ആവാൻ വേണ്ടി എത്തിസ്റ്റ് ആവുക, മറ്റുള്ളവരെ പുച്ഛിക്കാൻ വേണ്ടി എത്തിസ്റ്റ് ആവുക. ഈ പുച്ഛവും എല്ലാം വരുന്ന ഒരു ലാക്ക് ഓഫ് ഒരു വിവരമില്ലായ്മയിൽ നിന്നാണ് ഈ പുച്ഛവും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുന്നത്. ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. നാളെ സാധനം മനസ്സിലായ പുച്ഛിക്കൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചാണ് തള്ളണ്. ഞാൻ നാച്ചുറലായിട്ട് എത്തിസ്റ്റായി പോയതാ. പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിവരവും വിദ്യാഭ്യാസവും എൻ്റെ ഒരു കഴിവും ഇതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വച്ചങ്ങ് പുച്ഛിക്കണേ. മറ്റേ ചോദ്യത്തിന് പുള്ളി പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു നല്ല മനുഷ്യൻ. ശരി, അങ്ങനെ പുച്ഛിക്കുന്നതിനൊക്കെതിരാണ്. വിശ്വാസികളെ പുച്ഛിക്കുന്നതിനൊക്കെ ഞാൻ എതിരാണ്. പക്ഷെ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് എത്തിസ്റ്റായത്. പഠിക്കാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്. പുള്ളിക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല. പുള്ളി ഇവിടെ പോണെന്ന് അറിയാമോ? അത് മറ്റേ സുപ്പീരിയർ ബിലീഫാണെന്ന് വിശ്വസിക്കുന്നത് അല്ല. അത് മറ്റത് മണ്ടന്മാരാണ്, അവർക്ക് ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല എന്നുള്ള നിലക്ക് ഞാൻ പുച്ഛിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നിട്ട് പുള്ളി പുച്ഛിച്ച് തുടങ്ങിയേക്കണത്. അത് ഞാൻ പീക്കിലേക്ക് എത്തും പുച്ഛം. അത് ശരിക്കും ശ്രദ്ധിച്ചാലേ ആ പുച്ഛം കാണാൻ പറ്റുള്ളൂ. മറ്റേ ഞാൻ പറയില്ലേ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മറ്റേ പുച്ഛം ഉണ്ടല്ലോ, മറ്റേ തെറി പറഞ്ഞു അറപ്പ്, ആ പുച്ഛമില്ല. പക്ഷേ ശരിക്കും ശ്രദ്ധിച്ച് പോയിക്കോ. കുറച്ചൊരു അറിവൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും അവരെന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്. പിന്നെ എനിക്ക് അങ്ങനത്തെ എത്തീസിന് എനിക്ക് ഈ എന്ത് റാഡിക്കലാവുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. അതിപ്പോൾ എത്തീസം ആണെങ്കിൽ പോലും നമുക്കൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരൊരു പ്രോപ്പർ ഡിബേറ്റാണോ ആഗ്രഹിക്കുന്നത്, ഇല്ലാതെ അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരാണോ എന്ന്. ഞാൻ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ മനുഷ്യരുടെ അടുത്ത് പോയിട്ട് ഒന്നും പറയാറില്ല. ഇപ്പം ഞാൻ ഈ 3-4 ദിവസം മീറ്റ് ചെയ്ത രണ്ടുപേരെ തന്നെ അവരെനിക്ക് ഒരുപാട് നേരം അവരുടെ പോയ അമ്പലങ്ങളുടെ കാര്യവും അവർ പോയി അപ്പം നടയടച്ചൊക്കെ ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എല്ലാം തലയാട്ടി ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാനെന്ത് പക്ഷെ ഒരാൾക്ക് ഓക്കെ ജെന്റിമേറ്റ് പുച്ഛ അവർ അമ്പലത്തിലൊക്കെ പോയ കഥയൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്നു. ഈ സേഫ് ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്നു. എൻ്റെ അടുത്ത സെന്റൻസ് എന്താ പറയുക, ഞാൻ കേട്ടോണ്ടിരുന്നു. ഈ മണ്ടന്മാരെ കൊണ്ട് ഇതിലാവട്ടെ, ഞാനൊന്നും പറയണില്ല. ആ മൂടാണ്. ജെനുവിൻലി ഒരാൾക്ക് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരണം, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരാൻ വേണ്ടി അയാൾ എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരാൻ ഇപ്പോൾ ഞാനൊരു ഡൗട്ടായിട്ട് ചെല്ലുകയാണ്. അനന്തരാമൻ സാർ, എനിക്കൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തണം, ദൈവം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആണെങ്കിൽ പുള്ളി അത് ക്ലിയർ ചെയ്ത് കൊടുക്കുവേ. അതൊന്ന് നോട്ട് ചെയ്തു. അത് മറ്റത് കണ്ടിന്യൂ ചെയ്യാം. മറ്റേ ആൾ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ആളുടെ മൈൻഡ് സ്പേസ് എന്താ നോക്കണം. അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, അവർ അങ്ങനെ ചിന്തിക്കാൻ റെഡിയാണ്. അങ്ങനത്തെ ഉള്ളവരുമായിട്ട് നമുക്ക് ഡിസ്കഷനിൽ ഏർപ്പെടാം. ചിലർ ഇതുപോലെ കംഫർട്ടിന് വേണ്ടി വിശ്വസിക്കുക. അവർ ലോജിക്കലി ഇരുന്ന് അരമണിക്കൂർ ചിന്തിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാവും അവരുടെ വിശ്വാസം അത്ര സെൻസ് ഉണ്ടാക്കുന്നില്ല. ഒരാൾ ഇമോഷണലി ഒരു സാധനത്തിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അയാൾ അതിനെ എങ്ങനെ വേണമെങ്കിലും റാഷണലൈസ് ചെയ്യും. പരമപുച്ഛം. ഇതിനേക്കാൾ പുച്ഛിക്കാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പുച്ഛിക്കുന്ന ആൾക്കാരെ. പക്ഷെ ഞാൻ അങ്ങനത്തെ ആളെന്നുണ്ട് ആ പുച്ഛം. എന്നിട്ട് പറയണേ ഇത് ഇമോഷണലി ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് അത് മാറ്റാൻ. ഇത് ഇയാൾക്ക് ആപ്ലിക്കബിൾ ആണ്. അല്ല, ഇതിൽ ഒന്നാമത് മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ കുറച്ച് ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് പോലും മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതൊന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നു, അവർക്ക് തന്നെ അറിയാം ഇത്. അപ്പോൾ അതേപോലെ അവർ അമ്പലത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഥയൊക്കെ ഞാനിങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ എന്താ എനിക്കറിയാം അതൊക്കെ തെറ്റാണ്, ഒന്നും ഒരു കാര്യമില്ല. പിന്നെ അവരിങ്ങ് വിശ്വസിച്ചോട്ടെ, ഒരു കംഫർട്ടിന് വേണ്ടി അവർ വിശ്വസിച്ചോട്ടെ. കംഫർട്ടിന് നമ്മൾ പറയല്ലോ, അവർക്ക് പിന്നെ ശരിയല്ലാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിട്ടാണ് അവർക്ക് കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ എന്താ എനിക്ക് ഓൾറെഡി അറിയാം ഇതാണ് ശരി എന്നുള്ളതും, ഇതാണ് പിന്നെ ബുദ്ധിപരമായ ലോജിക്കലായ കൺക്ലൂഷൻ, മറ്റേത് ലോജിക്കൽ അല്ല എന്നറിയാം. എന്നാലും ഞാൻ എന്ത് ചെയ്യും, അവരെ വല്ലാതെ ഒന്ന് ഇടങ്ങാറാക്കാൻ പോകും. എന്നോട് ചോദിക്കാൻ പറയണം, ലോജിക്കലി ഡൗട്ട് ഉണ്ടല്ലോ എന്ന് ചോദിക്കാൻ വന്നാൽ അങ്ങനെയുള്ളവരായിട്ട് എൻഗേജ് ചെയ്യും. പിന്നെ മറ്റേ സാധനം ലാസ്റ്റത്തെയാണ് പരമപുച്ഛം. അവരുടെ വിശ്വാസം ശരിയല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇതിനപ്പുറത്തേക്ക് എന്ത് പുച്ഛമുള്ള പറയാനുള്ളത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് തെറി പറഞ്ഞാൽ ശരിയാണ്. മറ്റേ പുള്ളിക്കാരി ഉദ്ദേശം മറ്റേ ടീമാണ്. അവർ തെറിയും കൂടി പറയാൻ, ഐ മീൻ അറപ്പുള്ള വർത്താനങ്ങൾ അവരെ പറ്റി പറയുന്നുള്ളതാണ് ഇത് ഉദ്ദേശിച്ചത്. പുച്ഛത്തിന് കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലും മുകളിലേക്ക് ഒരു പുച്ഛം, ഇതിക്ക് മേലെ നോക്കുകയാണെങ്കിൽ ആരെങ്കിലും കാണിച്ചത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സംസാരത്തിന്റെ രീതി കൊണ്ട് പലപ്പോഴും വിചാരിക്കുന്ന ഇത് നല്ലൊരു ആ പുച്ഛത്തെ എതിർക്കുന്നു, പിന്നെ മൂപ്പരാണെങ്കിൽ മൂപ്പർക്ക് അറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല, മതവിശ്വാസികളോട് എതിർക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ചോദ്യത്തിലുള്ള സംഭവം ഉണ്ടല്ലോ,
അതായത് വിശ്വാസികൾ അവർക്കൊന്നും ബുദ്ധിയില്ല അല്ലെങ്കിൽ അവരൊക്കെ മഹാപൊട്ടത്തരം വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്ന ആ പുച്ഛം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പഠിക്കാതെ ഞാൻ നാച്ചുറലായിട്ട് എത്തിസ്റ്റ് ആയി പോയതാണ്. പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഇച്ചിരി പഠിച്ച് മനസ്സിലായി. ഇനി ബുദ്ധി തന്നു പോയി എനിക്ക് ബുദ്ധിമുട്ട് കംഫർട്ടിൻ്റെ ആവശ്യമില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ വന്ന് സത്യത്തിൽ പുള്ളിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും. പുള്ളിനെ ആരും അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ദൈവം അങ്ങനെ കടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ്ലി പുള്ളിക്ക് അത് എപ്പോഴും പറയാറുണ്ട്. വേറെ കുറേ വീഡിയോകളുണ്ട്. ഞാൻ എല്ലാം കൂടി കണ്ടുകൊണ്ടാണ് എനിക്കത് തോന്നുന്നത്. ചിലപ്പോൾ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ ഇനി നമുക്ക് അടുത്ത് പുള്ളി പറഞ്ഞതാണ് ലോജിക്കൽ ഡൗട്ടുള്ള ഒരാൾ പുള്ളിയുടെ അടുത്തേക്ക് വരികയാണ്. അനന്തരാമൻ സാർ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ലോജിക്കൽ എൻഗേജ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമുക്ക് താല്പര്യമുണ്ട്. എൻഗേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ പുള്ളി എൻഗേജ് ചെയ്യാൻ താല്പര്യമുള്ള ആൾ വരുമ്പോൾ പുള്ളി എന്ത് പറയുന്നു അടുത്ത ഈ ഇൻ്റർവ്യൂവിൻ്റെ തന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴാണ് സാധനം വരും. ഇപ്പം ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചുമ്മാ ടെൻഷനാവും. മരിച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്, മരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റിയ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ വന്ന് എടുക്കുന്നത് കണ്ട വൺ ടെൻഷനാണ് ഇതൊക്കെ ആലോചിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ആനന്ദിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ കുറച്ച് സമാധാനമായി. ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റീസൺസിന് ലിമിറ്റ് ഉണ്ട്. ആനന്ദ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് പാനിക് ആവാറുണ്ടോ? അല്ലെങ്കിൽ അതായത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും, പുള്ളിക്കാരി ഉദ്ദേശം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ ഡെഡ് ബോഡി കാണുന്നുണ്ടെങ്കിലോ, അപ്പോൾ മരണത്തിന് ശേഷമുള്ള ഐ മീൻ നമുക്ക് എംപിരിക്കൽ അല്ലാത്ത സാധനങ്ങളെ പറ്റി പുള്ളിക്ക് ടെൻഷൻ അടിക്കണം. അപ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആനന്ദിൻ്റെ ലിമിറ്റ്സ് ഓഫ് റീസൺ എന്നുള്ള വീഡിയോനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ലിമിറ്റ്സ് ഓഫ് റീസൺ കണ്ടപ്പോൾ എനിക്ക് ഒരു സമാധാനമായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ സത്യത്തിൽ പുള്ളി ഈ പറഞ്ഞ പോലെ ഇതിലും മോശമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കടത്തി ഫൈൻ ട്യൂണിങ്ങിനെതിരായിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ലാതെ അവതരിപ്പിച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റീസൺ ലിമിറ്റഡ് ആണ്, സയൻസ് ലിമിറ്റഡ് ആണ്. സയൻസ് ലിമിറ്റ് ഓഫ് റീസണിങ് എന്ന് പറഞ്ഞാൽ അതിൽ സയൻസ് ഇട്ടിട്ടുണ്ട്. സയൻസ് നമ്മുടെ ചിന്തക്കെതിരാണെന്നോട് ക്വാണ്ടം മെക്കാനിക്സിലെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ചിന്തിക്കും പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ സമയം എടുത്ത് ആ വീഡിയോ ഓരോന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. ഇനി അതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ പുള്ളിക്കാർ പറഞ്ഞാൽ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഇനി അതിൻ്റെ ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. മരണത്തിന് ശേഷം ഇടയിൽ വേറെ കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻ കൂടി വരും. അപ്പോൾ ലോജിക്കലായിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സാർ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന കാരണം കൊണ്ട് മോനെ എത്തിസാക്കാന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മെമ്പർഷിപ്പും കൊടുക്കും. ഉത്തരം മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിൻ്റെ ഉത്തരം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ചിന്തിച്ചാൽ നമ്മൾ ഇതിനെ റൂമിനേഷൻ എന്ന് വിളിക്കും. നമ്മൾ ഈ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം ഇരുന്ന് ചിന്തിച്ച് അത് നമ്മളെ പാനിക്കിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ. ജീവിതത്തിൻ്റെ അർത്ഥം എന്താ, ഇരുന്ന് ആലോചിക്കുക 2-3 മണിക്കൂർ, ഒരു ഗുണവും. അവസാനം വെറുതെ ആങ്സൈറ്റി കയറി സീനോ. അത് ഭയങ്കര അൺഹെൽത്തി പ്രാക്ടീസാണ്. അപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ പറ്റി ജനറലി നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്ത് പോയിന്റ് എന്തായാലും ഉത്തരം കിട്ടില്ല. ആ അൺസർട്ടനിറ്റി വെച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം ജനറലി. അതാണ് എൻ്റെ ഉത്തരം എനിക്ക് അറിയാൻ പറ്റില്ല, ബി കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളെ പറ്റി എത്ര ആലോചിക്കുന്നോ അത്രയും നല്ല പ്രോഗ്രസ് ഉണ്ടാക്കുക സയന്റിഫിക്കലി. അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ക്യൂരിയോസിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. എനിക്കെപ്പോഴും ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു ചോദ്യമാണ്. അതായത് എന്തായാലും എല്ലാവരും മരിക്കും, നല്ല ആൾക്കാരുണ്ട് പൊട്ട ആൾക്കാരുണ്ട്, നമ്മളിങ്ങനെ നല്ലത് മാത്രമൊക്കെ ചെയ്ത് ജീവിക്കും. ഭയങ്കര സീന. അതൊക്കെ ആലോചിച്ചിട്ട് ആൾക്കാർ മരിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, ഇതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആക്കും. നമുക്ക് ചില കാര്യങ്ങളെ പറ്റി നമുക്ക് ഇപ്പം അങ്ങനെയാ. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അധികം ചിന്തിക്കാൻ പോകുന്ന അത്ര ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല. മാറ്റണം. കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, നമുക്ക് സൊല്യൂഷൻ കിട്ടുകയില്ല, നമ്മളെ കുറച്ചുകൂടെ പാനിക്കിലേക്ക് കൊണ്ടുപോകും. ഫുൾ കോർട്ടെക്സ് ബേസ് തിങ്കിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത്ര ചിന്തിക്കാതിരിക്കുക. ലോജിക്കിന്റെ അറ്റം എന്നിട്ടിങ്ങനെ എണീച്ച് നിന്ന് കൈയൊട്ടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ആ ലോജിക്. ഇതിൽ ആദ്യം 2 പോയിന്റ്. ഒന്ന് ഡയറക്റ്റ് എവിഡൻസ്, ഇതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. നേരിട്ട് പുള്ളിക്കാർ കൃത്യമായ ചോദ്യം ചോദിച്ച് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും. ഇങ്ങനത്തെ ചോദ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്നാണ് റൂമിനേഷനോ മറ്റേ ചിന്തിച്ച് ഓവർ തിങ്കിങ് വന്നിട്ട് പാനിക് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് പുള്ളിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായ ഒരാളായിരുന്നു. പിന്നെ അത് ക്ലിയർ ചെയ്ത് പുള്ളിയുടെ ആങ്സൈറ്റിയെ പറ്റി വീഡിയോ ഉണ്ട്. അത് ഗംഭീര വീഡിയോ ആണ്. അത് നമ്മൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യുന്നു. പുള്ളിക്ക് ഒരു പ്രൊമോഷൻ കിടക്കട്ടെ. ഈ ആങ്സൈറ്റി അറ്റാക്ക് വന്ന ആളാണ്. ആങ്സൈറ്റി പ്രശ്നമുള്ള ആളുകൾ ഇതിനെപ്പറ്റി മാത്രമല്ല എന്തിനെപ്പറ്റി ചിന്തിച്ചാലും പ്രശ്നമുണ്ട്. മനസ്സിലായിട്ട് ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ചിന്തിക്കാം. ഞാൻ ലിഫ്റ്റിലിരിക്കുന്ന സമയത്ത് ലിഫ്റ്റിൽ നിന്ന് പോകാമോ, എൻ്റെ മോന് സ്കൂളിൽ പോയിട്ടുണ്ട്, സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ എത്തിക്കാണോ ഇല്ലയോ, പോണ വഴിക്ക് വണ്ടി ഇടിച്ച് കാണോ, ചിന്തിക്കാൻ നിന്നാൽ ഒരു തരത്തിലും ചിന്തിക്കേണ്ടതില്ലാത്ത ആളുകളെ പറ്റി ചിന്തിക്കാണ്ട് എനിക്ക് ചെറിയ അങ്ങനെ ഓർത്തിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിഗർ ഉള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് ചിന്തയും പ്രശ്നം ഉണ്ടാക്കാം. അതിന് ഈ പ്രശ്നമില്ല. ഇത് എക്സിസ്റ്റൻഷ്യൽ ചോദ്യങ്ങളാണ്. ഇതിൽ അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. അടിസ്ഥാനപരമായ ചോദ്യം മാത്രമല്ല, ഇത് ലക്ഷക്കണക്കിന് ആളുകൾ, മില്യൺ കണക്കിന് ആളുകൾ ലോകത്ത് ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും എഴുതുന്നതും മില്യൺ കണക്കിന് പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളതും എലോൺ മസ്ക് വരെ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി സിമുലേഷൻ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എല്ലാവരും ചിന്തിക്കുന്ന, എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്. ഓവർ തിങ്കിങ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഓവർ തിങ്കിങ് പ്രശ്നമുള്ളവർ സ്വാഭാവികമായിട്ടും ആശുപത്രി പോകണം, മരുന്ന് കഴിക്കണം. ഐ മീൻ ആ
ട്രിഗറിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഏതൊരു ചോദ്യത്തിനെയും അനുകൂലിക്കാവുള്ളൂ. പിന്നെ വിഷയം അറിയാമല്ലോ, വിഷയം വെച്ചാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ പേർപ്പസ് ഓഫ് ലൈഫ് വെച്ചാൽ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ വേൾഡ് വ്യൂസിലും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന അത്രമേൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് സംസാരങ്ങളുള്ള അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വേൾഡ് വ്യൂവിന് അതിന് ഉത്തരവില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് എത്തീസ്റ്റ് വേൾഡ് വ്യൂവിന് എന്തില്ല ഈ പർപ്പസ് ഓഫ് ലൈഫോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മരണാനന്തരം ഇതൊന്നും ചോദ്യമല്ല. വേറൊരു ചോദ്യം ഉണ്ട് പുള്ളിക്കാർ പറഞ്ഞത്, എല്ലാവരും മരിക്കും, അതെ നന്മ ചെയ്തവരും ക്വസ്റ്റ്യൻ വളരെ ഷാർപ്പാണ്. Yes. അതായത് ഒരാൾ പൊട്ട ചെയ്തവരും മരിക്കും, നന്മ ചെയ്തവരും നമ്മൾ പിന്നെ നന്മ ചെയ്തിട്ട് എന്താ കാര്യം? എന്ത് നിഷ്കളങ്കായിട്ടാണ് അവർ ചോദിക്കുന്നത് അല്ലേ? ക്ലിയർ കട്ട് അവർ എത്തിയിസ്റ്റാണ്. അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം, അവിടെ ഒരു അർത്ഥം വേണ്ടേ? അതായത് അപ്പോൾ എന്താണ് അങ്ങനെ ഒരു ജസ്റ്റിസ് ഇല്ല എന്ന് പറയുന്നത്? അത് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. ശരിയും തെറ്റും അത് ചെയ്യുന്നതിൽ എന്താ അർത്ഥം ഉള്ളത്? കാരണം എല്ലാവരും മരിക്കും, ഈ പറഞ്ഞ എല്ലാവരും മരിച്ച് മണ്ണോട് ചേർന്ന് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു നന്മ ചെയ്യണം എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം, അതിന് പോലും ഉത്തരം പറയാൻ ശരിക്കും പറഞ്ഞാൽ എത്തീസത്തിന് കഴിയൂല. അപ്പോൾ അതിനെ എത്തീസത്തിന് കഴിയാത്തതുകൊണ്ട് മൂപ്പർ പറയുന്നത് അത് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ചിന്തിക്കാതിരിക്കുക, നമുക്ക് ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, അൺഹെൽത്തി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല. ചിന്ത എന്ത് ചെയ്യുക, നമുക്ക് ഉത്തരം കിട്ടുന്ന കുറച്ച് കാര്യമുണ്ട്, അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക, അതിൽ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ മനസ്സിലാക്കണം, നേരത്തെ കണക്ട് ചെയ്യുക. ലോജിക്കലായിട്ട് എന്ത് ചോദിച്ചാലും അപ്പം തന്നെ പെട്ടെന്ന് മുറിയിൽ ലോജിക്കലായിട്ട് ഡൗട്ട്സ് ഉള്ള ആരെങ്കിലും വിശ്വാസം എൻ്റെ അടുത്ത് ദൈവത്തിനെ പറ്റി ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ലോജിക്കലായിട്ട് ചോദിച്ചു പറയണേ, ഈ ചിന്ത പാടില്ല, ഇത് അൺഹെൽത്തി ഹാബിറ്റാണ്, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുന്നതാണ് പുള്ളി ലോജിക്കൽ. ഇതിലെന്താണ് ഉത്തരം കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ട്? ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ആങ്സൈറ്റി അടിക്കണം ചെയ്തേക്കണം. അല്ല, പുള്ളി അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ചില ചിന്തകൾ നമ്മളെ ട്രിഗർ ചെയ്യും. എനിക്കും ചില സമയത്ത് വളരെ ചുരുക്കം സമയത്തുണ്ടായിട്ട് ആങ്സൈറ്റി ട്രിഗർ ഉള്ളവർക്ക് ഉണ്ടാവും. അതല്ലാതെ ഇത് ഇഷ്ടംപോലെ ബുക്കുകൾ അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ ചർച്ചകൾ അവൈലബിൾ ആണ്. പർപ്പസ് ഓഫ് ലൈഫ് വെച്ചിട്ട് വൈശാൻ തമ്പിയുടെ ടോക്ക് അവൈലബിൾ ആണ്, മറ്റേ വിശ്വനാഥൻ ഡോക്ടറിൻ്റെ ടോക്ക് അവൈലബിൾ ആണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ വൈശാൻ തമ്പി ഇറക്കിയിട്ടുണ്ട്. ആ വൈശാൻ തമ്പി എന്ത് നല്ല എത്തീസ്റ്റ് അല്ലേ? ബാഡ് ഹാബിറ്റ്സ് ആണ് തമ്പി സാറിൻ്റെ ബാഡ് ഹാബിറ്റ്സ് മാറ്റണം കേട്ടോ എന്ന് പറയണോ? എന്തിനാണ് പുള്ളി ആ വീഡിയോ ഇറക്കിയത്? സയൻറ്റിഫിക്കലി ജീവിത ലക്ഷ്യത്തിന് ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാവും? എൻ്റെ വരുമ്പോൾ അറിയാമല്ലോ, വീഡിയോ ചെയ്ത് 15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, നമുക്ക് അസ്യൂം ചെയ്യാം എന്ന് പറയലാണ്. അത് വിശ്വാസ ഡോക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തുള്ള ഒരുപാട് എത്തിസ്റ്റൊക്കെ ജീവിതത്തിൻ്റെ പർപ്പസിനെ പറ്റിയിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാ ശ്രമിച്ചത്? അല്ല, ഇത് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വേൾഡ് വ്യൂവിനും ഒരു 8 ലെയേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഓണ്ടോളജി, തിയോളജി എന്ന് പറഞ്ഞിട്ട് അതിൽ ടിലിയോളജി, അതേപോലെ തന്നെ എപ്പിസ്റ്റമോളജി, അതേപോലെ പിന്നെ നമ്മുടെ ഈ എന്താ പറയുക മൊറാലിറ്റി, ഇതിന് ഓരോന്നിനും എല്ലാ വേൾഡ് വ്യൂസിനും എന്തുണ്ടാവും, അതിനൊരു ഉത്തരം ഉണ്ടാവും. അപ്പോൾ ആ ഉത്തരങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വ്യാപകമായി, ഏതിപ്പോൾ നിങ്ങളൊരു മതത്തെക്കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കുക, ഇസ്ലാം എന്ന് പറയുമ്പോൾ ആ ഇസ്ലാമിൻ്റെ ഓണ്ടോളജി എന്താണ്, തിയോളജി എന്താണ്, അങ്ങനെയാണ് നമ്മളതിനെ ടിലിയോളജി എന്താണ്, എപ്പിസ്റ്റമോളജി എന്താണ്, അങ്ങനെയാണ് അത് പഠിക്കുക. അതേപോലെ തന്നെ എത്തീസത്തിനെ കുറിച്ചുള്ള പഠനത്തിൽ ഓണ്ടോളജി, വാട്ട് എക്സിസ്റ്റ്, എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയൽ വേൾഡ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ അപ്പുറത്തേക്കില്ല, അതൊരു ഓണ്ടോളജിക്കൽ പൊസിഷനാണ്. അതിനുശേഷം തിയോളജി, അങ്ങനെ ഓരോന്നിലും എന്തുണ്ടാവും, അതിനൊരു ആൻസർ ഉണ്ടാവും. അപ്പോൾ ഏത് വേൾഡ് വ്യൂവിനെ കുറിച്ചും നമുക്ക് എന്തുണ്ടാവും, ഈ പറഞ്ഞ ഈ പേർപ്പസ് ഓഫ് ലൈഫ് എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനൊരു ആൻസർ ഉണ്ടാവും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയം, പക്ഷേ അത് ചിന്തിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, ബേസിക്കാണ്. അതെ, അത് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വേൾഡ് വ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. മറ്റൊരു ഉദാഹരണം പറയൂലേ, ഒരാൾ നമ്മളൊരു ദിവസം പെട്ടെന്ന് കണ്ണുറക്കുന്ന സമയത്ത് നമ്മളൊരു ട്രെയിനിലാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറയാം, നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ണു തുറക്കുമ്പോൾ ഒരു ട്രെയിനിലാണ്, ട്രെയിൻ എങ്ങോട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ നിറച്ച് ഫുഡുണ്ട്, ഒരു സ്ഥലത്ത് ഭയങ്കര ഡാൻസ്, പാട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് ചിന്തിക്കണം, എന്ത് ഇത് ഏത് ട്രെയിൻ, ഇത് എങ്ങോട്ട് പോകുന്ന ട്രെയിൻ? ശരിയാണ്, ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം കഴിക്കും, നമ്മളപ്പുറം പോയിട്ട് മറ്റേ ഡാൻസ് ചെയ്യും, കുട്ടികളോട് പോയി പാട്ട് പാടും, കളിച്ച് ചിരിച്ചിരിക്കുമെങ്കിലും ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചോദിക്കുമല്ലോ, ഈ ട്രെയിൻ എങ്ങോട്ട് പോകും, ഞാനിത് എങ്ങനെ ഇവിടെ വന്ന്, ഞാൻ എന്തൊരു വന്ന്, ഇങ്ങനൊരു ഉദാഹരണം പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് പറയണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതും ചിന്തിക്കല്ലേ, കഴിക്കി ചിക്കനല്ലേ ഇരിക്കണത്, കേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അല്ല, ഒരാൾ ചോദിക്കണേ, ചേട്ടാ എനിക്കൊരു സംശയം, നമ്മൾ ഈ ട്രെയിൻ എങ്ങനെ പോകണം, ചിന്തിക്കല്ലേ, കഴിക്കി, ചേട്ടാ എന്താ ചെയ്യണം, നീ മട്ടൻ കഴിക്കി മോനെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അത്രയും ബേസിക്കായ ഒരു സാധനം ചിന്തിക്കരുത്, ബാഡ് ഹാബിറ്റ്സ് ആണെന്ന് പറയുമ്പോൾ ആ പെങ്കൊച്ച് ബാഡ് ഹാബിറ്റ്സ് ആണെന്ന് വിചാരിച്ചു. സീരിയസ്ലി അവർ വിചാരിച്ചത് അനന്തേട്ടൻ ഇത്രയും വലിയൊരു സയൻസിൻ്റെ കില്ലാടി വന്നിട്ട്, പുള്ളി ഒന്നാമത് സയൻസിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ, സയൻസിൽ വിശ്വസിക്കുന്ന ആളാണ്, ഹ്യൂമാനിറ്റിയിലോ അല്ലെങ്കിൽ അത് പോട്ടെ, ആ വിഷയം വേണ്ട. അപ്പോൾ പുള്ളി ബേസിക്കലി ഒരു സയൻസിൻ്റെ ഒരു വലിയൊരു ആളാണെന്നുള്ള നിലക്കാണ് പുള്ളിക്കാർ ഒരു ഡൗട്ട് ചോദിക്കുന്നത്. ആ പുള്ളി ഉത്തരം പറഞ്ഞിട്ടില്ല.
ഉത്തരം പറയണമെന്നൊരു നിർബന്ധമില്ല. ഉത്തരം ഇപ്പോൾ നമ്മൾ മറ്റേ ഏതോ ഒരു യുക്തിയുഗം മാസികയുടെ ഏതോ നിങ്ങൾ സ്ഥിരം പറയാറുള്ള ഉദാഹരണം ഉണ്ടല്ലോ, മനുഷ്യൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്? പരമാവധി ജനിതക പദാർത്ഥങ്ങൾ പരമാവധി കോപ്പികൾ ഉണ്ടാക്കുക. അതിപ്പോൾ റേപ്പ് ആണെങ്കിലും അതിൻ്റെ ഒരു ഒക്കെ ഈ പർപ്പസ് ഓഫ് ലൈഫ് വെച്ചിട്ട് റേപ്പ് വരെ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആവശ്യത്തിലേക്ക് കിടക്കില്ല. എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട്. പർപ്പസ് ഓഫ് ലൈഫ് എല്ലാ ജീവനും പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട് ഇല്ലേ? ഒരു ചെടിയുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്? അതിൻ്റെ ജനിതകം കൂട്ടുക. ഒരു പൂച്ചയുടെ എന്താണ്? പല പൂച്ചകളെ ഉണ്ടാക്കുക. ഇതാണ് അതിൻ്റെ പർപ്പസ്. അങ്ങനെയെങ്കിലും വിശദീകരിക്കാൻ മെറ്റീരിയലിസ്റ്റിക്കലി പിന്നെ ഹാമ് കുറക്കുക, അല്ലെങ്കിൽ സമാധാനമുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പർപ്പസ് പറയുമല്ലോ. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്, അതായത് അതൊക്കെ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? കഴിക്കുക. അതാണ് ലക്ഷ്യം എന്ന് പറയുന്ന പോലത്തെയാണ്. അതായത് ജീവിതത്തിൻ്റെ ഒരു ജീവിതം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ലക്ഷ്യം സ്വാഭാവികമായിട്ടും പുറത്തായിരിക്കും എന്നുള്ളത് അത് നമ്മൾ പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസ്കഷനിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ലോജിക്കലി മതവിശ്വാസികളൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ എത്തീസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വെട്ടൊന്ന് രണ്ടും ആയിട്ട് മാറ്റി കൊടുക്കുമെന്ന് പറയുന്ന ആൾ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ വരുമ്പോൾ അത് ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ഹാനികരം. മെറ്റാഫിസിക്കൽ ചോദ്യങ്ങൾ ചോദിക്കരുത്, ചിന്തിക്കരുത്. മെറ്റാഫിസിക്കൽ ചോദ്യങ്ങൾ ചോദിക്കരുത്, ചിന്തിക്കരുത്. കാരണം സയൻസിന് കണ്ടെത്താൻ പറ്റുന്ന മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി മെറ്റാഫിസിക്കൽ ക്ലൈമുകൾ റിജക്ട് ചെയ്യുകയും ചെയ്യണം. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇതാണ് അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത്. അത് യഥാർത്ഥത്തിൽ ഏതൊരു വേൾഡ് വ്യൂ ആണെങ്കിലും, ഇത് കേൾക്കുന്ന ആരാണെങ്കിലും, നിങ്ങളുടെ വേൾഡ് വ്യൂസിനെ കുറിച്ചും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വേൾഡ് വ്യൂസിനെ കുറിച്ചും ഈ വേൾഡ് വ്യൂസിൻ്റെ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഓണ്ടോളജി എന്താണ്, തിയോളജി എന്താണ്, എപ്പിസ്റ്റമോളജി എന്താണ്, ടിലിയോളജി എന്താണ്, ഇത് നോക്കിയിട്ടാണ് നമ്മളൊരു വേൾഡ് വ്യൂവിനെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ആ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസാണ് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും പെരിഫറിയിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കുറേ നേരം സംസാരിക്കുക. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഏറ്റവും ആദ്യം ചോദിച്ച് നമ്മളുടെ വേൾഡ് വ്യൂസ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് അത്തരം ചോദ്യങ്ങൾക്കാണ്. ആ നിലയ്ക്ക് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി അത്തരം വിഷയങ്ങളെ കാണുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.